ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. അറിയാലോ, ഇപ്പം ഹോളിഡേ ആണ്, പിള്ളേർക്കാണെങ്കിലും വെക്കേഷനൊക്കെ ഉണ്ട്, എല്ലാവരും ട്രിപ്പിങ്ങും കാര്യങ്ങളിലൊക്കെ ആണല്ലോ. സോ ഞാനങ്ങനെ നാട്ടിലത്തുള്ള ലുലു മാർക്കറ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഞാൻ പോയിട്ടില്ല, എപ്പോഴും പോകാറുള്ളത് എറണാകുളത്താണല്ലോ. സോ അങ്ങനെ പോയതാണ്. ആദ്യം കയറി ചെന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടുത്തെ സ്വീറ്റ്സിൻ്റെ സെക്ഷനൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു, ഓർഗനൈസ് ചെയ്തേക്കുന്നതൊക്കെ കാണാനായിട്ട്. കാരണം ലുലുവിൽ പോയി അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ മിക്കപ്പോഴും പറ്റാറില്ല, കാരണം അവിടെ എപ്പോഴും തിരക്കാണ്. എന്നാൽ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഫുള്ളൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. ആക്ച്വലി ഞാനൊരു ഡ്രസ്സ് വാങ്ങാൻ എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കഥ വഴിയേ പറയാം. അപ്പോൾ അങ്ങനെ ഫുള്ളൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് എല്ലാമൊക്കെ ഒന്ന് കണ്ട്, നല്ല ചിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല. അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടായിരുന്നു. കാരണം അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പ്ലസ് ഈ ഒരു ലെഗ് പീസ് ഗ്രിൽഡ് ലെഗ് പീസ് ആയിരുന്നു. ചില്ലി ചിക്കൻ എല്ലാം 250 ഗ്രാമിൻ്റെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ഫുഡ് കഴിക്കില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. പ്ലസ് ഒരു ഗ്രേപ്പ് ജ്യൂസ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്രേപ്പ് ജ്യൂസ് ഫുഡ് കോർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നുമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് ടേസ്റ്റൊക്കെ ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ ഇവിടെ പോകുമ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ലാത്തതാണ്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് പോയതെങ്കിലും വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് അവിടെ തന്നെ ഫാഷൻ സ്റ്റോറിൽ പോകാമെന്ന് വിചാരിച്ചു. ഫാഷൻ സ്റ്റോറിലാണല്ലോ ഡ്രസ്സസൊക്കെ ഉള്ളത്. സോ ഫാഷൻ സ്റ്റോറിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പോയിട്ട് സത്യം പറഞ്ഞാൽ എനിക്കവിടെ ഒന്നും കിട്ടിയില്ല എന്നതാണ് വേറൊരു വസ്തുത. അപ്പോൾ ഒന്നും വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിക്കൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലെന്ന് ഒരു പുള്ളി വന്ന് പറഞ്ഞു, പെർമിഷൻ എടുക്കണം എന്നുള്ളത്. സോ ഞാൻ വലിയ കാര്യത്തിൽ വ്ളോഗൊക്കെ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ അവിടെ നിന്നൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയി. ബൈ.